അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താ പറഞ്ഞെങ്കിൽ എനിക്ക് മൂർനാട് നാപ്പക്കുളോ എരുമാട് ഈ വഴി കൂടെ ഒരാളിനെ കാണാൻ വേണ്ടിയിട്ട് പോകാനുണ്ട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ യാത്ര നമ്മളുടെ റോട്ടിൽ കൂടെ എന്തെല്ലാം കിട്ടുന്നുണ്ട് അതെല്ലാം നമുക്ക് കണ്ടുകൊണ്ട് പോവാം അല്ലേ. അതിപ്പോൾ എന്താ പറഞ്ഞെങ്കിൽ അങ്ങനെ മഴയെല്ലാം അടിച്ചിട്ട് ഇവിടെ ഉണ്ടായ ഈ ഡസ്റ്റ് ഗീസ്റ്റ് കാട്ടങ്ങളെല്ലാം പോയല്ലേ, അതിനെ കൊണ്ട് ക്ലീനായിട്ട് കാണല്. ഇത് മടക്കര മെയിൻ ജംഗ്ഷൻ ടോൾ ഗേറ്റ്, അവിടെ ഒരു പ്രതിമ എല്ലാം വെച്ചിട്ടുണ്ട്. ഇതന്നെ മെയിൻ സർക്കിളും കന്നഡത്തിൽ മടിക്കേരിയ ഹൃദയ ഭാഗ എന്ന് പറയും. അതന്നെ ഇത് ടോൾ ഗേറ്റ്. അന്ന് നാപ്പോക്കിൽ എരുമാട്ടിലേക്ക് പോകുമ്പോൾ ഇല്ല കാഴ്ച ഇത് വലിയ ഒരു കുന്ന്, എന്നിട്ട് എല്ലാ സ്ഥലത്തിലും വീടുകളുണ്ട്. ഇതെല്ലാം വീട് കണ്ട കാണുമ്പോൾ തന്നെ പേടിയായിക്കൊണ്ടുണ്ട്. അതിൻ്റെ തായും ഇതെല്ലാം വരകള് വര ഇടിഞ്ഞു പോയെങ്കിൽ ഇതാ ഈ വരയിലും കുറേ വീടുകളുണ്ട്. ഇവിടെ ആൾ താമസങ്ങളും ഉണ്ട്. കാണാൻ നല്ല പാങ്ങുണ്ടല്ലേ. ആ ഗ്യാപ്പിലൊരു വീട് കണ്ട അതാ സൂപ്പറായിന്. ഇത് മടക്കര ഇച്ചിരി താഴെ വരുമ്പോൾ കാണുന്ന സ്ഥലം ഫുൾ റൗണ്ട് മല. അന്ന് അച്ഛനോട് പാട്ട് പഠിപ്പിച്ചിന്, അത് അന്ന് പാടിയപ്പോൾ ക്ലിയർ ഉണ്ടെങ്കിൽ ഇപ്പൊ നല്ല പ്രാക്ടീസ് ആക്കിന് കന്നഡ പാട്ട്. അത് ഒരു ചെറിയ ലൈൻ പാടി രണ്ടാളെ കൂടിയിട്ട് പാടി. വനദാരിಯಲ್ಲಿ ಸೂರ್ಯ ಜಾರಿಯೋದ ಚಂದ್ರ ಮೇಲೆ ಬಂದ ನೋಡು ಎಷ್ಟು ಚಂದ ಮಿನುಗುತ್ತಾರೆ ಹಂದ ರಾತ್ರಿ ಆಯ್ತು ಮಲಗು ನನ್ನ ಪುಟ್ಟ ಕಂದ ಪುಟ್ಟ ಕಂದ ಕಂದ. സൂപ്പറായിട്ട് പാടി മക്കളെ. ഇനി അച്ഛൻ ഒന്നും പറഞ്ഞു തന്നിട്ടില്ലേ? ഇന്നൊന്ന് പഠിപ്പിച്ചിന്, പഠിച്ചോണ്ട് അത് ഇനി നെക്സ്റ്റ് വീഡിയോക്ക് ഞാൻ പറയാം. ഓക്കെ. പിന്നെ മൂർനാട് ടൗണ് നോക്കി കത്തുവയ്ക്ക. മൂർനാട് ടൗൺ കണ്ടിട്ടില്ല പറഞ്ഞല്ലേ, ഇതന്നെ മൂർനാട് ടൗൺ. ഓക്കെ, നല്ല പള്ളി അല്ലേ. ഇതന്നെ മൂർനാട് ടൗൺ. കുട്ടികളുടെ ആവശ്യം ഒരു ഗെയിം എന്താ പറഞ്ഞെങ്കിൽ ഞാനൊരു വേർഡ് പറയും, അതിനെ കൃത്യമായിട്ട് പറഞ്ഞെങ്കിൽ ഡയറി മിൽക്ക് അവർ ആവശ്യപ്പെട്ടിന് അത് പറഞ്ഞെങ്കിൽ നമ്മൾ മേടിച്ചു തരും. ഓക്കെ, ഡീലാ നോ ഡീല. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയോ, അതിനെ സ്പീഡായിട്ട് ഓരോരാൾ പറയണം. ഓക്കെ, മുൾക്കേത്തിൽ ബ്ലഡ് പ്രളയം. ഇതിനെ 4 പ്രാവശ്യം സ്പീഡായിട്ട് പറയണം. ഓരോരാൾ പറയും. പറയും. മുൾക്കത്തിൽ ബ്ലഡ് പ്രളയം, മുൾക്കത്തിൽ ബ്ലഡ് പ്രളയം, മുൾക്കത്തിൽ ബ്ലഡ് പ്രളയം, കെത്തിൽ ബ്ലഡ് പ്രളയം. ലാസ്റ്റ് തെറ്റിച്ച്. ഓക്കെ, നീ പറപ്പ. മുൾക്കത്തിൽ ബ്ലഡ് പ്രളയം, മുൾക്കത്തിൽ ബ്ലഡ് പ്രളയം, മുൾക്കത്തിൽ ബ്ലഡ് പ്രളയം, മുൾക്കത്തിൽ ബ്ലഡ് പ്രളയം. ഓക്കെ, കറക്റ്റായിട്ട് പറഞ്ഞാൽ തെറ്റിച്ചോണ്ടായാലും എന്ത് കൃത്യമായിട്ട് പറഞ്ഞ. ഇനി രണ്ടാമത്തത് കാगे പുക്ക ഗുബി പുക്ക പറയും. ഇല്ല, കാगे പുക്ക ഗുബി കുക്കേന്ന് പറഞ്ഞ് പറ, കൃത്യമായിട്ട് പറ. സ്പീഡ്. ഓക്കെ, 2 ഡയറി മിൽക്ക് നീ പറ. തെറ്റി സുറുന്ന്. തെറ്റിച്ച്. ഓക്കെ. അപ്പൊ ഇത് മൂന്നാമത്തത് റോഡ് റോളർ. സ്പീഡ് പറയണോ, 5 പ്രാവശ്യം പറയണോ. ഓക്കെ, തെറ്റി പറ. നീ തോറ്റ്. ഇഞ്ഞൊരിക്കൽ പറ. ഇഞ്ഞൊരു ചാൻസ് സമാധാനത്തിൽ പറയേ. പറ ഒരു ചാൻസ് കൂടി.
ലോ തെറ്റി റോഡ് ലോള അല്ല റോഡ് റോളർ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് രണ്ട് കറക്റ്റായിട്ട് പറഞ്ഞെങ്കിൽ ഡയറി മിൽക്ക് മേടിച്ച് തരാം. നമ്മളുടെ ഈ 3 വേർഡ് ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ നോക്കുന്നവർ ട്രൈ ആക്കി. നല്ല കോമഡി ഉണ്ടാവും. ഒന്ന്, മുൾക്കേത്തിൽ ബ്ലഡ് പ്രളയം. രണ്ടാമത്തത് അത് കന്നഡ വേർഡ് കാಗೆ പുക്ക ഗുಬ್ಬി പുക്ക. മൂന്നാമത്തത് റോഡ് റോളർ. ഓക്കെ, നോക്കാം യാരെല്ലാം ട്രൈ ആക്കിയിട്ട് പറയും കാണാം. അടുത്തതായിട്ട് നല്ല ഭംഗിയില്ല ഒരു കാഴ്ച, നമ്മളുടെ ഈ നെല്ലില്ലേ അത് നെട്ടുകൊണ്ടുണ്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിൽ ഡയറക്റ്റ് കണ്ടിന്. ഇപ്പെല്ലാം കണ്ടത്തിനെല്ലാം തോട്ടാക്കിയിട്ട് ഇങ്ങനത്തെ കാഴ്ചകളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതിവിടെ കുറേ ആൾക്കാർ ഇതിൻ്റെ പണിയെടുത്തുകൊണ്ട് നമ്മൾ കായെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് ഒന്ന് കാണാം. ഇതാ ഈ മാതിരി ഇതിൻ്റെ പണി നടക്കൽ. ಇದು ಅರ್ഞ്ഞವರೇ ಹಾಕೋಣ. ಎಲ್ಲರಿಗೂ ಮಾಡ್ಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲಲ್ಲ ಇದು, ಗೊತ್ತಿರಬೇಕು. ಆ ಥರ ತೆಗೆದು ಅದನ್ನ ಕಟ್ತೀರಾ? ತುಂಬ ಕೆಲಸ ಇದೆ ಆಗ ಇದು. ഇത് നಡ್ಲಿಕ್ಕೆ ತೆಗೆದಿಟ್ಟಿರೋದಮ್ಮ? ഇത് നടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടില്ല. കുട്ടികൾ മക്കളെല്ലാം ദയവ് ചെയ്തിട്ട് ഇത് കാണണം. എന്താ പറഞ്ഞാൽ നമ്മൾ പ്ലേറ്റിൽ ചോറ് ഇട്ടിട്ട് ചോറിനെ വേസ്റ്റ് ആക്കും. അപ്പോൾ ആ ചോറ് നമ്മളുടെ പ്ലേറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആൾക്കാർ എത്ര കഷ്ടപ്പെടുമെന്നുള്ളത് ഇത് കണ്ട മനസ്സിലാവും, ಇಲ್ವಮ್ಮ? ಎಲ್ಲ ಮಕ್ಕಳೆಲ್ಲ ಊಟ ಎಲ್ಲ ಬಿಸಾಕ್ತಾರಲ್ಲ, ಆವಾಗ ಇದನ್ನು ನೋಡಿ ಅವರಿಗೆ ಗೊತ್ತಾಗಬೇಕು ಅದೊಂದು ಅನ್ನ ಬೆಳೀಲಿಕ್ಕೆ ಎಷ್ಟು ಕಷ್ಟಪಡ್ತಾರೆ ಅಂತೇಳಿ, ಅಲ್ವಾ? ಎಲ್ಲಿ ಬಿಸಾಕಿ ಅಮ್ಮ, ನೀವು ಎಲ್ಲಿ ಇಡ್ತೀರ ಅದನ್ನು ನೋಡೋಣ. കണ്ട അധികം എവിടേക്ക് വന്നോണ്ടില്ലേ? എന്താ നോക്ക്, അവിടെ നോക്ക്. ചോറെല്ലാം പ്ലേറ്റിൽ വേസ്റ്റ് ആക്കുമ്പോൾ ഇതിനെല്ലാം ആലോചിക്കണം. ಇದನ್ನ ಹೆಂಗೆ ಮಾಡಿ ಅಮ್ಮ? ಇಲ್ಲಿಗೆ ಹಾಕಿ. ಅದರಲ್ಲೇ ಕಟ್ತೀರಾ? ഇങ്ങനെ ഒരു കെട്ട് കെട്ടിയിട്ട് സൈഡ് കൂടെ അതിക്ക് അവരവിടെ കിടും. ಈಚೆಕಡೆ ಹಾಕಿ ಅಮ್ಮ. ಇನ್ನು ಇದೇ ಗದ್ದೆಗೆ ಇದನ್ನ ಹಾಕೋದಲ್ವಾ? ಬಿಡು ಬಿಡು ಬಿಡು. നമുക്ക് ചോറ് കൊടുക്കുന്ന സാധനം ഇത്. ഏക്കറ കണക്കിൽ ഇതന്നെ ഉള്ളു. പുറത്ത് രണ്ടാളുണ്ടായിട്ടുള്ളൂ. ഇവിടെ വരി വരിയായിട്ട് നിന്ന ആൾക്കാരെ. ಇದು ಎಷ್ಟು ಗಂಟೆ ಮಾಡ್ತೀರಾ? 3 ಆದರೆ ಬೆಳಿಗ್ಗೆಯಿಂದ ನೀರಲ್ಲೇ ನಿಲ್ಬೇಕಲ್ವಾ? ನಾನಿದು ಮಾಡಲಿಕ್ಕಿರೋ ಉದ್ದೇಶ ಏನು ಅಂತ ಹೇಳಿದರೆ, ಇವಾಗ ಮಕ್ಕಳು ಊಟ ಮಾಡ್ತಾರೆ, ಹಂಗೇ ಅನ್ನನ ಅರ್ಧ ತಗೊಂಡೋಗಿ ಬಿಸಾಕ್ತಾರೆ. ಆವಾಗ ಇದು ಅವರು ಆ ತಟ್ಟೆಯಲ್ಲಿ ಅನ್ನ ಬೀಳ್ಬೇಕಾದ್ರೆ ಎಷ್ಟು ಕಷ್ಟ ಇದೆ ಅಂತ ಗೊತ್ತಾಗಲಿ ಎಲ್ಲರಿಗೂ ಅಂತ, ಅಲ್ವಾ? ನಮ್ಮ ಚಾನಲ್ ಇದೆ, ಮಣಿ ಕೊಡಗು ಸಣ್ಣ ಪೊನ್ನಮ್ಮ ಅಂತ ಹೊಡೆದ್ರೆ ಬರ್ತದೆ. ഇതെല്ലാം നോക്കിയിട്ട് എല്ലാ ഡീറ്റെയിൽ പറഞ്ഞു തന്നു ഇവർ. എന്നിട്ട് പോയോണ്ട് ബായ് ബായ് അമ്മ. അപ്പോൾ നമ്മൾ കണ്ടത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് നിച്ചു വന്നിട്ടില്ല. എന്താ പറഞ്ഞാൽ നിച്ചുക്ക് ഫുള്ള് വെള്ളം ഇടുപ്പിൻ്റെ മുകളിലേക്ക് പോയോണ്ട് നിൽക്കുമ്പോൾ അങ്ങനെ നിശ്ചയത് വന്നിട്ടില്ല. പിന്നെ ഇതിനെ കാണുമ്പോൾ എന്ത് ഓർമ്മ പേര് പറഞ്ഞെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കുമല്ലേ, അപ്പോൾ നമുക്ക് ആവശ്യമില്ലത്ര വിളമ്പിയിട്ട് അതിനെ മാത്രമേ കഴിക്കണം. പിന്നെയും നമുക്ക് വിശപ്പ് സഹിക്കുന്നില്ല പറഞ്ഞ് പിന്നെയും ഒരിക്കൽ വേണമെങ്കിൽ എടുത്തോല. എന്താ പറഞ്ഞാൽ ഫുഡ്ക്ക് റെസ്പെക്റ്റ് കൊടുക്കണം. കുറേ ആൾ കഷ്ടപ്പെട്ടിട്ട് നമ്മളുടെ പ്ലേറ്റിക്ക് ചോറ് വരും. നമ്മളുടെ വയറിന് എറിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊണ്ടുപോയി ചാടുന്ന ചോറ് അത് വേറെ ഒരാളുടെ ആവശ്യമായിരിക്കും. അതിനെക്കൊണ്ട് ഫുഡ്ക്ക് റെസ്പെക്റ്റ് കൊടുക്കുക.
നമുക്ക് ആവശ്യമില്ലാത്ത മാത്രം എടുക്കുക. അപ്പോൾ അങ്ങനെ കഥ. അപ്പോൾ അടുത്ത നമ്മളുടെ പോക്കിൽ എന്തെല്ലാം കിട്ടുന്നുണ്ട് കാണാം. ഇതാ കുട്ടികൾക്ക് വിശക്കാൻ തുടങ്ങി, ഫുഡ് കഴിക്കാൻ വന്നത്. നീ എന്താ ഓർഡർ ആക്കി മകനെ? മന്തി ബിരിയാണി. നീ മകനെ? ഇവർക്ക് ചിക്കൻ ബിരിയാണി വേണമെന്നില്ല ഒരു വാസിയിൽ ഇവിടെയൊക്കെ വന്നത്. അപ്പോൾ നമ്മളുടെ കുട്ടികളുടെ ബിരിയാണി വന്ന പിന്നെ കാണാം. കുട്ടികൾക്ക് ഓർഡറാക്കിയ മന്തി ബിരിയാണി വന്ന് എങ്ങനെയുണ്ട് മകനെ കാണാൻ? ഇതാ നിച്ചക്ക് മന്തി കാണുന്ന ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഒരു ഇച്ചിരി പോയി. തിന്നു മകനെ, ടേസ്റ്റ് ഉണ്ടോ ഇല്ലെങ്കിൽ പറയാം. നമുക്കും അതിൻ്റെ കൂടെ ഒരു മന്തി, ചിക്കൻ മന്തി. അപ്പോൾ ഫുഡ് അടിക്കാം. തന്നെ വേൾഡ് ഫേമസ് എരുമാട്. അവിടെ ഇപ്പോൾ വീഡിയോ ഒന്നും ആക്കാൻ പെടില്ല. അങ്ങനെ നമ്മൾ ഇവിടെ വരെ വന്നതിന് ഒന്ന് പുറത്തുനിന്ന് കണ്ടിട്ട് വരാം അല്ലേ? അല്ലേ അദ്വിക്കേ? എങ്ങനെയുണ്ട് മകനെ ഇവിടെ ഇതിൽ കാണാൻ? ഒന്ന് പുറത്തുനിന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. പുറത്തുനിന്ന് എങ്ങനെയുണ്ട് നമ്മളെ കൊടകിനെ എരുമാട് ദർഗ. ഭയങ്കര വിശ്വാസമില്ല സ്ഥലം ഇത്. ഇവിടെ കൊല്ലത്ത് കുറയ്ക്ക് ഉറൂസെല്ലാം നടക്കും, ജനങ്ങൾ അങ്ങനെ ചേരും. നമ്മൾ പോയി നോക്കാം. നമ്മളുടെ കൊടകിൻ്റെ മാട് എന്ന് പറയും, മലയാളത്തിൽ എരുമാട് എന്ന് പറയും. അപ്പോൾ ഇതാ അതിൻ്റെ പുറത്തിലത്തെ കാഴ്ച. ഭയങ്കര വിശ്വാസമില്ല സ്ഥലം ഇത്. നാനും കുറേ നേർച്ചെല്ലാം ആക്കിയിട്ട് നമുക്ക് നടന്നിന്. കുറേ ആൾ ഇവിടെ നേർച്ച ആക്കിയിട്ട് സക്സസ് ആയതുണ്ട്. അപ്പോൾ ഇവിടെ വരെ വരുമ്പോൾ ഇതിൻ്റെ ഒരു കാഴ്ച കാണട്ടെ എന്ന് പറഞ്ഞിട്ട് കാട്ടിക്കൊണ്ടുണ്ട്. അടുത്ത പ്രാവശ്യം വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കംപ്ലീറ്റ് ഡീറ്റെയിൽ പറഞ്ഞു. ഇതിൻ്റെ വീഡിയോ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് എന്തോ ഭാഗ്യം ഇവിടുത്തെ ആൾ തന്നെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു 2 വിവരം അവരുടെ അടുത്ത് ചോദിക്കും. 2 വിവരം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഒരു ഒലിയാണ്, സൂഫി ഷഹീദാണ് മൂപ്പർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറൂസ് നേർച്ചകളൊക്കെ ഈ മാർച്ച് മാസങ്ങളൊക്കെയാണ് നടക്കുന്നത്. വർഷത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ, ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് സാധാത്യങ്ങളൊക്കെ വന്ന് കൂടുന്ന, ഒരുപാട് അന്നദാനങ്ങൾ, ഇതൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് വളരെ ഒരു മനുഷ്യന്റെ ഒരു മനസ്സിലേക്ക് ഒരു സന്തോഷം കിട്ടുന്ന, ഒരു സമാധാനം കിട്ടുന്ന, ശാന്തി സമാധാനം, ഇതാണല്ലോ മനുഷ്യന്റെ പ്രധാനം. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ പിന്നീടുള്ള നമ്മൾ വിശ്വാസം വെച്ചിട്ട്, വിശ്വാസത്തിന്റെ കാര്യം അതാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാം നമ്മളെ മാതാപിതാക്കൾ അതിനെന്ത് പ്രൂഫുള്ള DNA ടെസ്റ്റ് ഇപ്പൊ നമ്മൾ നടത്തിയില്ല, നമ്മളെ വിശ്വാസം. അപ്പൊ അതുപോലെ എല്ലാ ഓരോ ജാതി മതത്തിലും ഇത് എന്താ പറഞ്ഞ കാക്ക, നല്ല വിശ്വാസത്തിൽ നമുക്ക് നേർച്ചയാക്കിയാൽ അത് നടക്കും. എന്താ പറഞ്ഞ ഐക്യ നമ്മൾ തന്നെ മെയിൻ ഉദാഹരണം. നമ്മളെ ഹൃദയത്തിൽ എന്താണോ വിശ്വാസം, എല്ലാ കാര്യങ്ങളും അത് ഏത് ജാതി മതമായി കഴിഞ്ഞാലും എല്ലാ ഗ്രന്ഥങ്ങളും വിശ്വാസത്തിന്റെ പേരിലാണ്. അപ്പൊ അതിലെന്താന്ന് വെച്ചാൽ നമ്മളെ മുസ്ലിമീനെ കുറിച്ചിട്ട് നമ്മൾക്കിപ്പോൾ കുറച്ച് അറിയുന്ന കാര്യങ്ങൾ, അങ്ങനെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്നൊക്കെ പണ്ഡിതന്മാർ ഖുർആനോദി അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ പറയും. അപ്പോൾ അത് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എന്നിരുന്നാലും അള്ളാഹുവിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു തൃപ്തിപ്പെട്ട ഒരു ഇതാണെന്ത്, ഒരു അനാചാരങ്ങളോ മറ്റോ മറിച്ചോ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് നമ്മളെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മളിപ്പോൾ ഒരു നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം അള്ളാഹുവിൽ നിന്നാണ് ആഗ്രഹിക്കേണ്ടത്, നമ്മളെ കുടുംബത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നല്ല. നമ്മൾ അങ്ങോട്ട് എന്ത് ഉപകാരം ചെയ്താലും അതിന്റെ പ്രതിഫലം, അതിന്റെ ക്രെഡിറ്റ് നമ്മൾ ഇവിടെ ആഗ്രഹിക്കാൻ പാടില്ല. അള്ളാഹുവിൽ നിന്ന് അത് നമ്മളെ കുടുംബത്തിനോ നാട്ടിനോ നമ്മളെ മക്കൾക്കോ അത് കിട്ടിയെന്ന് വരും. അതൊക്കെ വിശ്വാസ ഭാഗമാണ്. അപ്പോൾ ഇതിന്റെ കൊല്ലം നടക്കുന്ന ഉറൂസെല്ലാം കൊല്ലത്തിൽ നടക്കുന്നതെന്ന് വെച്ചാൽ ആ ഉറൂസിനെ കുറിച്ചിട്ട് അത് നേരിട്ട് നമ്മളിപ്പോൾ ഇവിടെ വന്ന് നേരിട്ട് കണ്ടാൽ, ഐ വിറ്റ്നസ് എന്നൊക്കെ പറയുമല്ലോ, ആ നേരിട്ട് കണ്ടാലേ അതിന്റെ മഹത്വം നമുക്കതിനെ പൂർണ്ണമായി നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. കാരണം ലക്ഷക്കണക്കിന് ആൾക്കാർ, കുറെ ആൾക്കാർ ഇങ്ങനെ വന്നുകൂടും. പിന്നെ ഏകദേശം ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം വിശ്വാസത്തിന്റെ പേരിൽ പിന്നെ അവർ നേർച്ചയാക്കിയിട്ട് അത് നടന്നിട്ടേ വരുള്ളൂ. അതെ, ഒരുപാട് കാര്യങ്ങൾ അവർക്ക്. പിന്നെ ഇഞ്ഞൊന്ന് എന്ത് പറഞ്ഞാൽ ഇവിടേക്ക് വരാൻ ജാതി മതം ഇല്ല. ഇവിടെ അങ്ങനെ ഇല്ല. അത് ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ജാതി മതം നോക്കുന്നവരല്ല, അവര് മനുഷ്യനെയാണ് നോക്കുന്നത്. ഖുർആനും അള്ളാഹുവും പറഞ്ഞത് യാ അയ്യുഹന്നാസ് എന്നൊക്കെ പറയുന്ന ഒരു വിഷയങ്ങളാണ്. അത് മനുഷ്യ സമൂഹമേന്നാണ്. മുഹമ്മദ്, അബ്ദുള്ള, ഫാത്തിമ ഇതല്ല, മനുഷ്യൻ, ആദം സന്താനങ്ങൾ, ആദം നബിന്റെ അവ്വാ ഉമ്മാന്റെ സന്താനങ്ങൾ, മനുഷ്യ സമൂഹമേ.
നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുക, സൗഹാർദ്ദത്തിൽ, സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരു മാതാപിതാക്കളിൽ നിന്നുള്ള ഒരു സന്താന പരമ്പരയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വെറും ഇങ്ങനെ വന്നു പോവല്ല, അന്നദാനങ്ങൾ കുറേ ദിവസങ്ങളിലായിട്ട് നാട്ടുകാർക്കും വരുന്നവർക്കൊക്കെ ഇത് നല്ല ഇത് നോൺ വെജ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പല നേർച്ചകളും പല ഇതൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങളെ വിശ്വാസം മാർച്ച് മാസങ്ങളിൽ ഇത് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദിവസങ്ങൾ വ്യത്യാസം വരും. അപ്പൊ നമ്മൾക്ക് അറിയാത്തവർ നമുക്ക് എന്തെങ്കിലും കമന്റ് ആക്കിയെങ്കിൽ നോട്ടീസ് വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഇൻഫോം ആക്കാം. അപ്പൊ ഇതന്നെ നമ്മളുടെ ഇവിടുത്തെ വിശ്വാസം. അപ്പൊ കാണാം. മണി. ഓക്കെ, എൻ്റെ പേര് അബ്ദുള്ള. ഓക്കെ ഓക്കെ, കാണാം. അപ്പോൾ ഇന്നലെ കുട്ടികൾക്ക് മഴ കൂടുതലായതുകൊണ്ട് സ്കൂളിൽ നിന്ന് ലീവ് ഉണ്ടായി. പിന്നെ എനക്കും ഒരു സ്ഥലം വരെ പോകാനായിരുന്നു. അപ്പോ വേറെ ആരും കമ്പനിക്കില്ല പറഞ്ഞ് കുട്ടികൾ തന്നെ കൂട്ടിപ്പോയി. അതെ, ഞാൻ പോകാനുണ്ടായപ്പ മഴ കാറ്റല്ലേ എന്നെ കൊണ്ടായില്ല. അപ്പോ നമ്മളുടെ പോന പോക്ക് ആ ചെറിയ യാത്രയിൽ എന്തെല്ലാം കാണാൻ കിട്ടി എല്ലാം കാട്ടീന്. അതെ, ഇനി അടുത്ത നല്ല വിശേഷങ്ങളുമായിട്ട് വന്നിട്ട് കാണാം. ബൈ.